കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഞാനൊരു കാര്യം പറയട്ടെ. ആം, ഒരു കമ്പനിയിൽ, ഒരു സോഫ്റ്റ്വെയർ കമ്പനി കേട്ടോ, അതിൽ 30 അംഗങ്ങൾ, 30 യുവാക്കൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ബുദ്ധിയുള്ള, അതിസമർത്ഥരായ, നന്നായി സിൻസിയറായി വർക്ക് ചെയ്യുന്ന യുവാക്കളായിരുന്നു അവർ. അപ്പോൾ അവിടെ ഒരു മാനേജർ. അപ്പോൾ ഈ പരസ്പരം എങ്ങനെ പ്രശ്നങ്ങളെ നേരിടാം അവർക്ക് എന്ന പാഠം അവർക്ക് പഠിപ്പിക്കാനായിട്ട് ഒരു ദിവസം അവരെല്ലാവരെയും മീറ്റിംഗ് ഹാളിൽ വിളിച്ചു വരുത്തിയിട്ടോ. മീറ്റിംഗ് ഹാളിൽ എല്ലാവരും എത്തുമ്പോൾ അവർ ഭയങ്കരമായി ആശ്ചര്യപ്പെടുന്ന രീതിയിൽ അവിടെ വർണ്ണശബലമായ ബലൂണുകൾ കൊണ്ടും വർണ്ണക്കടലാസുകൾ കൊണ്ടും അലങ്കരിച്ചിരുന്നു കേട്ടോ. അവർക്ക് തന്നെ ആശ്ചര്യമായി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഇതെന്താ നമ്മുടെ മീറ്റിംഗ് ഹാളാണത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാനേജർ അതിൻ്റെ ആ ഹാളിൻ്റെ നടുവിൽ കുറേ ഒരു പെട്ടിയിൽ ബലൂണുകളുണ്ടായിരുന്നു. അങ്ങനെ മാനേജർ അവർ 30 പേരെയും വിളിച്ചു വരുത്തിയിട്ട്, നിങ്ങൾ ഇതിൽ നിന്നും ഓരോ ബലൂണുകൾ ഊതി വീർപ്പിച്ച് അവരവരുടെ പേര് അതിലെഴുതാൻ പറഞ്ഞു. ഈ 30 പേരും ആദ്യ ഘട്ടമാണ് കേട്ടോ. 3 ഘട്ടങ്ങളുണ്ട് ഗെയിമിൽ. അതിലാദ്യത്തെ ഘട്ടം. അങ്ങനെ ഇവർ ഊതി വീർപ്പിച്ചു. ഈ 30 പേരും ഊതി വീർപ്പിക്കാൻ തുടങ്ങി. പരാജയപ്പെട്ടു. പിന്നെയും ശ്രമിച്ചു, പരാജയപ്പെട്ടു. അങ്ങനെ അതിൽ ഈ 30 പേരിൽ നിന്നും 25 പേര് സെലക്റ്റായി. എന്ന് വെച്ചാൽ ഊതി വീർപ്പിച്ച് അവർ പേര് എഴുതി. അങ്ങനെ ഈ ഊതി വീർപ്പിച്ച രണ്ടാമത്തെ ഘട്ടം ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഈ ഊതി വീർപ്പിച്ച ബലൂണുകൾ എടുത്ത് ഒരു റൂമിൽ ഇട്ടിട്ട് ഈ 25 പേരോടും പറഞ്ഞു, അവരവരുടെ പേര് എഴുതിയത് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു. അവരവരുടെ പേര് എല്ലാവരും വേഗം 5 മിനിറ്റേ ഉള്ളൂ കേട്ടോ ടൈം. വേഗം അങ്ങോട്ട് തിരഞ്ഞ് പതറി ഇതൊക്കെ നോക്കി. 5 മിനിറ്റായി, ആർക്കും കിട്ടിയില്ല, പരാജയപ്പെട്ടു. അങ്ങനെ ഗെയിമിൻ്റെ രണ്ടാമത്തെ ഘട്ടവും അവസാനിച്ചു. മാനേജർ തിരികെ വിളിച്ചു. ഇനി അടുത്തത് 3ാമത്തെ ഘട്ടമാണ് കേട്ടോ എന്ന് പറഞ്ഞ് ആ 3ാമത്തെ ഘട്ടത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ ഒരു ബലൂൺ എടുക്കാം. ആ ബലൂണിൽ എന്ത് പേരെഴുതിയിരിക്കണോ അവരുടെ കയ്യിലേക്ക് കൈമാറുക. അങ്ങനെ പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും ഈ 25 പേരും ബലൂണുകൾ എടുക്കാൻ തുടങ്ങി. പേര് നോക്കി അവർക്ക് കൊടുത്തു. അങ്ങനെ എല്ലാം നോക്കുമ്പോൾ ഈ 5 മിനിറ്റിൽ തന്നെ ഈ 25 ബലൂണുകളും അവിടെ നിന്ന് കാലിയായി. എല്ലാവർക്കും അവരവരുടെ പേരുകളുള്ള ബലൂണുകളും കിട്ടി. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? സുഗമമായി പോയാൽ പ്രശ്നങ്ങളെ നേരിടാം. ഓക്കെ, പരസ്പരം സഹായിച്ച് സുഗമമായി പോയ പ്രശ്നങ്ങളെ ഈസിയായി നേരിടാം. ഓക്കെ, എങ്ങനെയുണ്ട്? ടാറ്റാ, ബൈ.